നോക്കൂ, ഇത് ഫലം കൊണ്ടുവരുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ സ്വാഗതം ചെയ്യുന്നത് ഒരു പാർട്ടി മാത്രമല്ല, ഈ വികസിത കേരളം എന്ന് ഞങ്ങൾ മുമ്പിൽ വെക്കുന്ന കാഴ്ചപ്പാടിന് കിട്ടുന്ന പിന്തുണ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ നാഷണൽ ഫാമേഴ്സ് പാർട്ടി അവർ വെച്ച വിഷൻ ഡോക്യുമെന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൽ എത്രയോ കാലമായിട്ട് ഇവിടെ പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ലേ? മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM ഈ പ്രശ്നങ്ങളൊന്നും പുതിയ പ്രശ്നങ്ങളല്ല. അപ്പോൾ ഇത് ഒരു വിൻഡിക്കേഷനാണ്. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി രാജ്യത്തിൽ കൊണ്ടുവന്ന വികസനം ഇവിടെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നാഷണൽ ഫാമേഴ്സ് പാർട്ടി ആ ബേസിസിലാണ് NDAന്റെ ഭാഗമാവുന്നത്. അവര് അമിത്ഷാജിനെ കണ്ടപ്പോൾ ഒരു മെമ്മറാൻഡം കൊടുത്തു. ഇത് ഞങ്ങൾ പഠിച്ചു, ഇതെല്ലാം പരിഹരിക്കാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ നോക്ക്, ഇതില് ബിഗ് ബ്രദറോ വലിയേട്ടനോ ചെറിയേട്ടനോ ആരും ഇല്ല. നമ്മളെല്ലാവരും ഒരു നല്ല ഭാവിക്ക് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകരാണ്. അത് BJPന്റെ പ്രവർത്തകരാണോ, NFPന്റെ ആണോ, BDJSന്റെ ആണോ, 2020ന്റെ ആണോ? ഞങ്ങളെല്ലാവരും ഈ ഇലക്ഷൻ കാണുന്നത് ഞങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ വേണമെന്നോ അതിന് പവർ പിടിക്കണമെന്നോ, ഇതെല്ലാം ഒരു രാഷ്ട്രീയ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെയും ലെഫ്റ്റിന്റെയാണ്. ഞങ്ങളുടെ ഒരുമിച്ച് ഞങ്ങൾ കാണുന്നത് എന്താ? ഈ നാടിനെ നന്നാക്കണം. ഈ നാടിന്റെ സാധ്യത, എത്രയോ സാധ്യതയുണ്ട്, അതിനെ യാഥാർത്ഥ്യമാക്കണം. ഒരുമിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ആ ഒരു ഫിലോസഫിക്കൽ അതിലൊരു കൺവെർജൻസ് കാണുമ്പോൾ, ആ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയത്തിൽ കൺവെർജൻസ് കാണുമ്പോൾ NDA വളരുന്നു. NDAയിൽ മറ്റു പാർട്ടികൾ ചേരുന്നു, അവരെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ വലിയേട്ടൻ ചെറിയേട്ടനോ ഒരു പൊസിഷനോ മറ്റേ പൊസിഷൻ അങ്ങനെ നോക്കിയിട്ടല്ല ഞാനും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. അല്ല, ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതിൽ വരാം. എന്തോ നോക്കൂ, ഇതെല്ലാം നടക്കും, പേടിക്കണ്ട. ഇലക്ഷന് മുമ്പ് ഇതെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കും. ഇത് ആരാണ് ഈ സാധാരണ അങ്ങനെ ഏത് ഇലക്ഷനിൽ അങ്ങനെ നടത്തിയത്? ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരുമിച്ച് ജയിക്കണം എന്ന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരുമിച്ച് ഒരു സീറ്റ് ജയിക്കാനല്ല, 2 സീറ്റ് ജയിക്കാനല്ല. ഞങ്ങൾ ഇപ്പോ മുമ്പോട്ട് പോകുന്നത് ഭരണത്തിൽ മാറ്റം കൊണ്ടുവരാനും രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോ ഇതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഒരുമിച്ച് ഞങ്ങൾ തീരുമാനിക്കും. 140 സീറ്റിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, വിന്നബിൾ കാൻഡിഡേറ്റ്സ് ആയിരിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് അത് തീരുമാനിക്കും. അതിൽ പേടി ഒരു തർക്കം ഉണ്ടായിട്ടില്ലല്ലോ. ഇത് നിങ്ങൾ തർക്കം ഉണ്ടാക്കിക്കല്ലേ, മാധ്യമങ്ങളല്ലേ തർക്കം മൊത്തം വരുന്നത്. ഞങ്ങളാരും ഇതൊരു തർക്കം പറയുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നതിനും ഉണ്ടായിട്ടില്ല. എല്ലാം നിങ്ങൾ കണ്ടെത്തുന്നു, നിങ്ങൾ തന്നെ പറയുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ആവശ്യകാര്യങ്ങളെ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുടെ പറയുന്നുണ്ട്, അത് കിട്ടുന്നു ചെയ്തുള്ളൂ. അത് അങ്ങനെ പ്രശ്നമുണ്ടായിട്ട് എവിടെയെങ്കിലും പ്രസ് കോൺഫറൻസിൽ ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇത് മാധ്യമങ്ങൾ തന്നെ, ചില പ്രത്യേക മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് അതങ്ങ് വളച്ചൊടിക്കുന്നു. അതിപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയ ശേഷം ഞങ്ങളെല്ലാം കൂടി ആലോചിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതല്ലോ. നോക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, സോറി ഇന്ററപ്റ്റ് ചെയ്യാൻ സോറി. ഇവിടെ മുന്നണിയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവില്ല എന്ന് ഇന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇനിയിപ്പോ അത് നോക്കി നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇതില് ശരി. അല്ല, ഇവിടെ ഞാൻ എന്നോട് ഒരു 10 തവണ ചോദിച്ചതാണ്, 10 തവണ ഞാൻ ഇത് റെസ്പോണ്ട് ചെയ്തതാണ്. ഇന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു. ഇവിടെ ഭരിക്കുന്ന ആരാ? ഈ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് കൊടുത്ത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മാൻഡേറ്റ് കിട്ടുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമല്ലേ ഇവിടുത്തെ വികസനം ചെയ്യാൻ? അല്ല, ഞാൻ ചോദിക്കാം. അത് നമ്മൾ മറക്കരുത്. 10 കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ പാർട്ടി ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ എതിരെ പറയുമ്പോൾ അത് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു രീതിയാണ്, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രം. അതാണ് സത്യം. ഒന്ന്. രണ്ടാമത്തത്,
ഇതിനെക്കുറിച്ച് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇതിലിങ്ങനെ ഈ സൗണ്ട് ബൈറ്റ് നിങ്ങൾക്ക് കൊടുത്ത് ഓടുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഞാൻ ഇന്ന് ഒരു ചാലഞ്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചാലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. കഴിഞ്ഞ 10 കൊല്ലം സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദിജി കൊടുത്ത എന്താണ് പിന്തുണ, എന്ത് സഹായം തന്നു അന്ന് കൃത്യമായി ഞാൻ വെക്കാൻ തയ്യാറാണ്. ഈ ഓരോരോ പകുതി നുണ പറഞ്ഞ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ മാധ്യമ സുഹൃത്തോട് എന്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഇവരെല്ലാം ചാലഞ്ച് ചെയ്യുന്നു, ഒരു ഡിബേറ്റിന് വരട്ടെ. ഞാൻ തയ്യാറാണ്. ഈ ബഡ്ജറ്റിൽ എന്ത് കൊടുത്തു എന്ത് കൊടുത്തില്ല. 10 കൊല്ലം 22 ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാരാ. ഇന്ന് പറയുന്നത് ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല, പിന്നെ കുടിവെള്ളം പദ്ധതിക്ക് 6000 കോടി കോൺട്രാക്ടേഴ്സ് കൊടുക്കാൻ കാശില്ല. ഇതെല്ലാം എന്തിനാണ്? നമ്മൾ ഒരു മെച്വർ നാടല്ലേ, നമ്മളെല്ലാം മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു ജനങ്ങളല്ലേ. ഇതെല്ലാം പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ പറയുമോ, ഒരു ഡിബേറ്റ് ചെയ്യുമോ? വേണ്ട, ഇനിയിപ്പോ വേണ്ട, വിടൂ. നിങ്ങൾ ആ ഡയറക്ഷന് പോകണമെങ്കിൽ എനിക്കിപ്പോ പറയാനൊന്നുമില്ല. ഞാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഇക്കണോമിക് പോളിസീസും അദ്ദേഹത്തിന്റെ ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് വെല്ലുവിളിയല്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, തർക്കവും എവിഡൻസ് ഇട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഒരു അരമണിക്കൂർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തരണം. നിങ്ങൾ എല്ലാവരും വിളിക്കണം, ഒരു ഡിബേറ്റ് ചെയ്യണം. ഇതല്ലേ ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ടത്? ഒരു ട്രാൻസ്പെറൻസി വരണ്ടേ, ജനങ്ങൾ മനസ്സിലാവണ്ടേ? 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലേ? ഈ 10 കൊല്ലം ഒന്നും ചെയ്യാണ്ട് ഇന്ന് 60 ദിവസം ഇലക്ഷന്റെ മുമ്പ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ് നടക്കുന്ന ഇതൊരു വിഡ്ഢിത്തരമല്ലേ? ഇത് ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? അല്ല, എയിംസ് നോക്ക്. എയിംസിനെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 2017 എയിംസ് പ്രഖ്യാപിച്ചത് മധുരയും കോഴിക്കോടിലാണ്. ഇന്നും കോഴിക്കോടിന്റെ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് അല്ല. മധുരൈന്റെ ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞു, അവിടെ ആശുപത്രിയും വന്നു, പേഷ്യന്റും പോന്നു. അത് BJP സർക്കാർ അല്ലല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ തവണ ഡൽഹി പോയിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. എന്തുകൊണ്ട് ഹെൽത്ത് മിനിസ്റ്ററിനെ കണ്ടില്ല? അങ്ങനെയാണെങ്കിൽ എയിംസിന്റെ വലിയൊരു ആവശ്യമാണെങ്കിൽ എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെൽത്ത് മിനിസ്റ്ററിനെ കണ്ടില്ല? ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ നോക്ക്, ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിച്ചല്ലോ, എന്തുകൊണ്ട് അങ്ങനെ നാടില് ആശുപത്രി ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ കൊല്ലം ESI ആശുപത്രി ടീച്ചിങ് ഹോസ്പിറ്റലിന്റെ എസെൻഷ്യലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല? 500 കോടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നില്ലേ സെൻട്രൽ ഗവൺമെന്റിന്? നോക്കൂ, ഞാൻ തയ്യാറാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാ ബഹുമാനത്തോടും, ഞാൻ ഒന്നും നെഗറ്റീവായിട്ട് അദ്ദേഹത്തിന് ബഹുമാനത്തോട് മാത്രം ഞാൻ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഈ 10 കൊല്ലം എന്തെല്ലാം പദ്ധതികൾ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത് ആ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഈ സംസ്ഥാന സർക്കാരിന്റെ റെക്കോർഡ് ഞാൻ മുമ്പിൽ വെക്കാൻ തയ്യാറാണ്. വിമർശനം എന്നല്ല, ഇത് ഫാക്റ്റാണ്. എന്തോ അല്ല, ഞാനിപ്പോ ലാസ്റ്റ് നോക്കിയപ്പോ സംസ്ഥാന സർക്കാർ CPM-ന്റെ ആണ്. അവരെല്ലാം പിന്നെ ആരുടെ? കൊല്ലം ആശുപത്രി നടന്നില്ല, അത് ആരുടെ ഉത്തരവാദിത്വം? എന്റെ ആണോ? അല്ല, അതാണ് സെൻട്രൽ ഗവൺമെന്റ് കിട്ടിയ ഫീഡ്ബാക്ക്. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയിട്ട് പറയില്ലേ? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ 4 മാസം എത്ര തവണ ഡൽഹി പോയി, എത്ര തവണ ഹെൽത്ത് മിനിസ്റ്ററിനെ കണ്ടു? ഒന്ന് ചോദിക്കൂ. അങ്ങനെ ഒരു അർജൻസി ഉണ്ടെങ്കിൽ അദ്ദേഹം ഹെൽത്ത് മിനിസ്റ്ററിനെ എത്ര തവണ കണ്ടു എന്ന് ചോദിക്കൂ. എയിംസിന് വേണ്ടി എത്ര തവണ സംസാരിച്ചു എന്ന് ചോദിക്കൂ. ഞാനുണ്ടോ? ഉണ്ടോ? അത് ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും. എന്റെ മനസ്സിൽ നിയമമാണ്. തിരുവനന്തപുരമാണ് എന്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി. നിയമത്തിൽ ഞങ്ങൾ മത്സരിക്കും. ഞാൻ മത്സരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഇനിയിപ്പോ മിസ്റ്റേക്ക് ഇല്ലേ, സംസ്ഥാന സർക്കാരിന്റെ ഇക്കണോമിക് സ്ഥിതി എന്താണെന്ന് എന്നൊന്ന് മനസ്സിലാക്കണം. ഈ RRTS അല്ല, അതിവേഗ ട്രെയിൻ ആണെങ്കിലും ഇതെല്ലാം ലക്ഷക്കണക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട പ്രോജക്ട്സ് ആണ്. ഇന്ന്
ഈ സർക്കാരിന്റെ 100 രൂപ റവന്യൂ വരുമ്പോൾ 92.5% ആ 100 രൂപയിൽ നിന്ന് പോകുന്നത് കടം, പലിശ, പെൻഷൻസ്. 7.5 രൂപയാണ് ബാക്കിയുള്ളത് ഇൻവെസ്റ്റ്മെന്റിന്. അതുകൊണ്ടാണ് ഇന്നും ജൽജീവൻ മിഷൻ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് അവർ അതിവേഗ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അല്ല, പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. അവർക്ക് അതിന്റെ മാച്ചിങ് ഫണ്ട് വേണ്ടേ? ആവശ്യമില്ലല്ലോ. നമുക്ക് എത്രയോ, സംസ്ഥാന സർക്കാരിന് എത്രയോ ആവശ്യമുണ്ട്. പക്ഷെ ആവശ്യം ഒന്ന്, രണ്ട്, അത് നടപ്പിലാക്കാൻ റിസോഴ്സസ് വേണ്ടേ? തമിഴ്നാട്ടില് BJP സർക്കാർ അല്ലല്ലോ, അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. കാരണം അവിടെ കടലാക്രമണത്തിന് അവർ എത്രയോ ഗ്രോയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സെൻട്രൽ ഗവൺമെന്റിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. കാരണം അവർക്ക് ആ 30% അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവരതിന് കാശില്ല. ഇതാണ് സത്യം. ഇതൊന്നും മനസ്സിലാക്കണം. പിന്തുണ ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാരിന്റെ പേരിൽ ഞാൻ പറഞ്ഞു, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാർ 100% പിന്തുണ തരാൻ തയ്യാറാണ്. പക്ഷെ അതിനുവേണ്ടി മാച്ചിങ് ഗ്രാന്റ്സും ഇവിടെ കപ്പാസിറ്റി ഉണ്ടാവണം സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ട് CPM മാറിയില്ലെങ്കിൽ, CPM-നെ മാറ്റിയില്ലെങ്കിൽ, കോൺഗ്രസിനെ മാറ്റിയില്ലെങ്കിൽ, ഇവിടെ പുതിയൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ഇവിടത്തെ ഇക്കോണമിക്ക് കഴിയില്ല എന്നാണ് സത്യം. അതിപ്പോ എനിക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. കാരണം അതൊക്കെ ഒരൊക്കെ നിൽക്കുകയല്ലേ, വരട്ടെ. ഇപ്പോഴതൊക്കെ വരട്ടെ. കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാൻ വേണ്ടി പോയ കാര്യമാണ്. ഇപ്പൊ അല്ല, ഇപ്പൊ ഒന്നും അതിനെ കുറിച്ച് പറയുന്നില്ല. അല്ല, അത് നമ്മൾ ഇലക്ഷന്റെ സമയത്ത് കാണാം. കുറച്ച് കേട്ടെ. ഈ ശബരിമല ഒരു ഇഷ്യൂ ജനങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ആരാണ് CPM വോട്ട് കൊടുക്കാൻ പോകുന്നത് എനിക്കൊന്ന് കാണണം. ഓ ഇല്ല, കഴിഞ്ഞിട്ടില്ല. ആരും ജയിലിൽ പോയിട്ടില്ല. അത് ഗോവിന്ദൻ മാഷ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒക്ടോബർ 3 പറഞ്ഞ കാര്യം ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതൊരു വീഴ്ചയാണെന്ന്. ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഒരു പുണ്യ അമ്പലത്തിൽ പോയി 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നത് ഞങ്ങളൊരു വീഴ്ചയായിട്ട് കാണുന്നില്ല. സാധാരണ മലയാളി അങ്ങനെ കാണുന്നില്ല. ഇത് കഴിഞ്ഞു എന്നല്ല പറഞ്ഞ് നടക്കുന്ന MV ഗോവിന്ദൻ മാഷോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതേ, ഇത് കഴിയുന്ന എപ്പോഴറിയോ? ജയിലിൽ പോകുമ്പോ, ദേവസ്വം മന്ത്രി ജയിലിൽ പോകുമ്പോ. ദേവസ്വം മന്ത്രിന്റെ ഉത്തരവാദിത്തമായിരുന്നു അതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ വോട്ട് തേടുന്നു? അങ്ങനെയൊന്നല്ല. ഇവരുടെ അഴിമതി ഒരു മുഖ്യ ഇഷ്യൂ ആണ്. അവരുടെ രാഷ്ട്രീയ സംസ്കാരം ഒരു മുഖ്യ ഇഷ്യൂ ആണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരം മുഖ്യ ഇഷ്യൂ ആണ്. നാടിന് വികസനം ഇല്ലായ്മ ഒരു മുഖ്യ ഇഷ്യൂ ആണ്. നാടിന്റെ കുട്ടികൾക്ക് തൊഴിലില്ലായ്മ ഒരു മുഖ്യ ഇഷ്യൂ ആണ്. നാടിൽ വിലക്കയറ്റം ഒരു ഇഷ്യൂ ആണ്. ഇവരുടെ ഈ പ്രചരണം ഒന്നൊരു ഇഷ്യൂ അല്ല. ഈ പ്രചരണം അവർ ചെയ്യുന്നത് എന്ത് വേണ്ടിയിട്ടാണ്? ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ. ഇന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എവിടെയാണ്? നമ്മുടെ നാട്ടിലല്ല. അതല്ല ചർച്ച ചെയ്യുന്നുണ്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട്. അത് ചർച്ചയില്ല. സെൻട്രൽ ഗവൺമെന്റ് ഇത് തരുന്നില്ല, എയിംസ് തരുന്നില്ല. ഇതാണോ ഇഷ്യൂ? ഇല്ല. ഇത് നോക്കൂ, ഇതെല്ലാം പണ്ട് നടന്ന ഒരു രാഷ്ട്രീയം. ആ തന്ത്രം ഇനി നടക്കില്ല. ഞങ്ങളത് സമ്മതിക്കില്ല. ഞാൻ ഉറപ്പ് തരുന്നു. അതെ, അതിൽ എനിക്ക് സംശയമില്ല. ഞാൻ ഒക്ടോബർ 3 എന്റെ പ്രസ് കോൺഫറൻസ് നോക്കൂ. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ അന്ന് പറഞ്ഞത്, ഒരു അമ്പലത്തിന്, ശബരിമല എന്നൊരു അമ്പലത്തിന് 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോവാണെങ്കിൽ പിന്നെ എന്താ ഇവിടെ ലിമിറ്റ്? അഴിമതിന്റെ ലിമിറ്റ് ഇല്ല എന്നല്ല അതിന്റെ ഒരു മീനിങ്. എന്തും ചെയ്യാം, എന്തും ചെയ്തിട്ട് ഒരു പ്രചരണം നടത്തുക. ഇതൊരു വീഴ്ചയാണ്. പിന്നെ SIT വഴി എല്ലാവർക്കും ബെയിൽ കൊടുക്കുക. ഇതാണോ? അല്ല, ഇത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും? ഇത് വേറെ ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്ത് നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ സ്ഥിതി? നിങ്ങളൊന്ന് ആലോചിക്കൂ. ഞാനൊരു ശബരിമല ഭക്തനാണ്. ഞാൻ അങ്ങനെ വലിയൊരു ഇമോഷണൽ അജിറ്റേഷൻ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഇത് ഒരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം മാത്രമല്ല, കുറച്ചൊരു ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ഇതിന്റെ പിന്നിൽ ആരാണ്? നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു സിമ്പിൾ വെല്ലുവിളി മുഖ്യമന്ത്രിയോട് പറഞ്ഞു. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ CBIന്റെ ഇത് കേസ് എന്തിനു റെഫർ ചെയ്യുന്നില്ല? കാരണം ഇതില് 3 സ്റ്റേറ്റ് ഇൻവോൾവ് ആണ്. കർണാടകയുണ്ട്, കേരളമുണ്ട്, തമിഴ്നാടുണ്ട്.
അത് CBI അല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇത് ചെയ്യേണ്ട കാര്യമല്ലേ? സത്യമായി സത്യസന്ധമായിട്ട് എനിക്ക് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് ഒരു വികാര്യം, ഒരു ആലോചന മുഖ്യമന്ത്രിയിൽ ഉണ്ടെങ്കിൽ ഇന്ന് CBI ആയിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. ജനങ്ങൾ തീരുമാനിക്കും ആരാണ് ഇവിടെ ക്രെഡിബിൾ. അമർത്യ സെന്റെ ഒരു ലെഫ്റ്റിസ്റ്റ് ഇക്കണോമിക് ഐഡിയോളജി പറയുന്നു. നോ ഇഷ്യൂ. സർക്കാരിന്റെ യു-ടേണും ഇനി അടുത്ത യു-ടേൺ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് യു-ടേൺ ചെയ്യും. ഇലക്ഷനാണ്, അവർ എന്തും ചെയ്യും. അയ്യപ്പ സംഗമം നടത്തിയ സർക്കാരാണ്. അപ്പോ ഇവര് എന്തും ചെയ്യാൻ കഴിവുള്ളൊരു സർക്കാരാണ്. ഞങ്ങളുടെ ഇതിനെക്കുറിച്ച് നിലപാട് 2018 പറഞ്ഞ നിലപാടാണ് ഇന്ന് ഞങ്ങളുടെ നിലപാട് എന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചും സംശയമില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. അതൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ എന്റെ ലോക്കൽ ബോഡി ഇലക്ഷൻ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ തിരുവനന്തപുരം പിടിക്കുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ആത്മാർത്ഥമായ സിൻസിയറായിട്ട് ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും. അത് ഞാൻ മാത്രമല്ല, എല്ലാവരും. എന്തോ ഇത് അല്ല, അതിപ്പോ VD സതീശൻ 100 സീറ്റ് കിട്ടാൻ പോകുന്നുണ്ടോ? നിങ്ങൾ ഉറപ്പുണ്ടോ? ഉറപ്പായിട്ടാ പറഞ്ഞത്. ഞങ്ങൾ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധാരണയും വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾ ചെയ്യില്ല. വെറുതെ ഓരോന്നും ഉണ്ടാക്കി പറയാം, ഞങ്ങളത് ചെയ്യില്ല. ഞങ്ങൾ എന്താണ് ഈ ഒരു രാഷ്ട്രീയ മുന്നണിന്റെ മുമ്പിൽ എന്താണ് ഞങ്ങളുടെ ഓപ്ഷൻസ്? ജനങ്ങൾ മുമ്പിൽ പോകുന്നു, സമ്പർക്കം ചെയ്യുന്നു, ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ മുന്നണി എന്റെ കാഴ്ചപ്പാട് മുമ്പിൽ വെക്കുന്നു. തീരുമാനിക്കേണ്ടത് ജനങ്ങളല്ലേ. ആ ഒരു അഹങ്കാരോ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും ഈ പാർട്ടിയിൽ ഈ മുന്നണിയില്ല. ഞങ്ങൾ ഇത് പിടിക്കും, അത് 101.5 സീറ്റ് പിടിക്കും എന്നെല്ലാം പറയാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. സാരില്ല, അവരോട് ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവർ സംസാരിച്ചോളാം. അവര് ഫെയർവെൽ ഡിന്നറിൽ ഞങ്ങൾ പോയിട്ട് പറഞ്ഞുതരാം അവർക്ക് പോലെ. നോക്കൂ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഒരു വലിയ ഇഷ്യൂ ആക്കേണ്ട ഇഷ്യൂ അല്ല. ഞങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ ഏത് പാർട്ടി, ഞങ്ങളുടെ മുന്നിലൊരു പാർട്ടി ആണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടീസാണ്. അഭിപ്രായ വ്യത്യാസം ഇന്നും ഉണ്ടാവും, ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാവും. അപ്പോൾ അതിനെ നിങ്ങളെ വീക്ക്നെസ് ആയിട്ട് കാണണ്ട. അത് വീക്ക്നെസ് അല്ല. എനിക്ക് വയനാട് നിന്ന് 2 അഭിപ്രായം കിട്ടും, അവർ 2 ആളും സംസാരിക്കും, ഞങ്ങൾ തീരുമാനിക്കും ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു രാഹുൽ ഗാന്ധിയോ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു റിയാസോ പിണറായി വിജയനൊന്നും ഇല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും ഒരു അഭിപ്രായം ഉണ്ടാവാൻ അവകാശമുണ്ട്. അതിന് കേൾക്കാൻ എൻ്റെ ഒരു കടമയാണ്. ഞാൻ കേൾക്കും, ഞങ്ങളെല്ലാവരും കേൾക്കും, തീരുമാനിക്കും. എല്ലാവരും അത് ഞങ്ങളുടെ ഇന്നർ പാർട്ടി സിസ്റ്റം നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് വിടും. ഇനിയിപ്പോൾ അതിന് ചർച്ച ചെയ്യണ്ട. എല്ലാ ഇഷ്യൂസും എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ഫോൺ നമ്പറുണ്ട്. എല്ലാവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാൻ ഇമെയിലും ഉണ്ട്, വാട്സാപ്പും ഉണ്ട്. ചെറിയ പ്രവർത്തകരാണോ വലിയ പ്രവർത്തകരാണോ എന്നെ കോൺടാക്ട് ചെയ്യാൻ അവർക്ക് എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. അവർ ചെയ്യുന്നുണ്ട്. വിടും ഇനിയിപ്പോൾ വിടുന്നു. ഇത് റെലവെന്റ് ഇഷ്യൂ അല്ല. എന്തോ അല്ല, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. കെ സുരേന്ദ്രൻജി നോർത്തിൽ മഞ്ചേശ്വരത്തിൽ പ്രവർത്തിക്കുന്നു, കാസർഗോഡിൽ പ്രവർത്തിക്കുന്നു. 2 അസംബ്ലി സെഗ്മെന്റിന്റെ ഇൻചാർജാണ് അദ്ദേഹം. ഇങ്ങനത്തെ ഒരു വിവാദം ഒന്നും ഇല്ല. ഞാൻ പറയണ്ട, ഇനി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. അല്ല, എല്ലാ മീറ്റിംഗിലും എല്ലാവരും വിളിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയിലെ രീതിയില്ല, മുന്നണി രീതിയില്ല. PK കൃഷ്ണദാസ് NDAന്റെ വൈസ്, NDAന്റെ മീറ്റിംഗ് അല്ലേ ഇത്? പിന്നെ അദ്ദേഹം 2 പേര് അങ്ങനെയുള്ള മാത്രമേ. ANR NDAന്റെ വൈസ് ചെയർമാനാണ്. PK കൃഷ്ണദാസ് ഏക്കാണ്. ഒരു NDAന്റെ മാക്സിമം സീനിയർ ലീഡേഴ്സ് മത്സരിക്കും.
NDA-ന്റെ. ഓ കുറച്ച് ഞാൻ പറഞ്ഞ പാർട്ടിയായിട്ട് കൂടി അത് നിങ്ങൾ തീരുമാനിച്ച് പറയൂ. എന്തിനാണ് കുറച്ച് സസ്പെൻസ് എല്ലാം ഇരിക്കട്ടെ, കുറച്ച് 2-3 ആഴ്ച സസ്പെൻസ് എല്ലാം ഇരിക്കട്ടെ. ഒരു വിഷയം ഉണ്ടാവില്ല, ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഞങ്ങളുടെ മുന്നണിയിൽ. അത് അവരോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്, ചെയ്യട്ടെ, നോ ഇഷ്യൂസ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാറ്റം കൊണ്ടുവരണം, നാട് നന്നാക്കണം, അതിനുവേണ്ടി ഞങ്ങൾ ജയിക്കണം. ഞങ്ങൾ ജയിക്കണമെങ്കിൽ വിന്നബിൾ കാൻഡിഡേറ്റ് മത്സരിക്കണം. അതാണ് ഞങ്ങളുടെ ലോജിക്ക്. ശരി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.